ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ട്രേഡിങ്ങിൽ വരുന്ന ലോസ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലോസ് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്കില്ലാണ്. അത് നമ്മൾ എന്തായാലും നേടിയെടുത്തേ പറ്റുള്ളൂ. ലോസ് അക്സെപ്റ്റൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടൊരു കാര്യമാണ്, വളരെ ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ ലോസ് വരുന്ന സമയത്ത് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത്? ഫോർ എക്സാമ്പിൾ, ഒരു ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കാം. ഫസ്റ്റ് ട്രേഡിൽ ഏകദേശം ഒരു 10,000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് അവിടെ കിട്ടി. സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ എന്താണ്, ഒരു സന്തോഷം, ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് അവിടെ ഉണ്ടാവും, അല്ലെ? സ്വാഭാവികമാണ്. അതേ ട്രേഡ് തന്നെ നെക്സ്റ്റ് ട്രേഡ് എടുത്ത സമയത്ത് സെയിം എമൗണ്ട് 10,000 റുപ്പീസ് നഷ്ടം വരും. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ടാവും, അല്ലെ? ലോസ് വരുന്ന സമയത്ത് നമുക്ക് ഒരു പെയിൻ ഉണ്ടാവും. പക്ഷെ സയന്റിഫിക്കലി പറയുന്നത് അതേ സെയിം എമൗണ്ട് ലോസ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടൈംസ് ബിഗർ ദാൻ മുൻപ് ഉണ്ടായിരുന്ന പ്രോഫിറ്റ് കിട്ടിയ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്തിനെക്കാട്ടി ബിഗറാണ്. പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻപുണ്ടായ സന്തോഷത്തിനെക്കാട്ടി 2 ടൈംസ് വലുതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പെയിൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആസ് എ ട്രേഡർ നമുക്ക് ആ ഒരു ലോസ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ട്രേഡ് ഹോൾഡ് ചെയ്ത് വലിയ നഷ്ടത്തിലോട്ട് കൊണ്ടുപോകും. റിവഞ്ച് ട്രേഡുകൾ എടുക്കും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്ത് വലിയ സ്റ്റോപ്പ് ലോസിലേക്ക് കൊണ്ടുപോകും. ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൂടാതെ നമ്മൾ പ്രോഫിറ്റ് വരുന്ന സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്ക് വേണ്ടി നമ്മൾ ചെറിയ പ്രോഫിറ്റ് ഏർലി ആയിട്ട് എക്സിറ്റ് ചെയ്യും, ബിക്കോസ് ഓഫ് ഫിയർ കാര്യങ്ങളൊക്കെ കണ്ടു. ഓക്കെ, മെയിനായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു പെയിൻ, നമ്മൾ പ്രോഫിറ്റ് കിട്ടുന്നതിനെക്കാട്ടിയും കൂടുതലുള്ള പെയിൻ ഉള്ളത് കൊണ്ടാണ് പല ആൾക്കാർക്കും ലോസ് കറക്റ്റായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റാതിരിക്കുന്നത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഇനി നമുക്കിപ്പം പ്രൊഫഷണൽ ട്രേഡേഴ്സിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെ, നമുക്ക് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാറുണ്ട്. അപ്പം അതിലൊക്കെ പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ഒരു അക്യുറസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50% മുതൽ 60% വരെ മാത്രമേ ഈ പറയുന്ന പ്രൊഫഷണൽ ട്രേഡേഴ്സിന്റെ ഒരു അക്യുറസി ഉള്ളൂ. ബട്ട് സ്റ്റിൽ അവർ പ്രോഫിറ്റബിൾ ആണ്, അതും വളരെ വലിയ പ്രോഫിറ്റബിൾ ആണ്. അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലോസസ് മാനേജ് ചെയ്യും. അതാണ് നമ്മളും ആ ഒരു പ്രൊഫഷണൽ ട്രേഡേഴ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50-60% അവരുടെ അക്യുറസി എങ്കിൽ ബാക്കി 40% ലോസസ് വരും. പക്ഷെ നമ്മളെക്കാളും ബെറ്റർ ആയിട്ട് അവരുടെ ലോസസ് മാനേജ് ചെയ്യും. അവർ ട്രേഡിങ്ങിനെ കാണുന്നത് ഒരു ബിസിനസ് ആയിട്ടാണ്. അപ്പോൾ ഓരോ ബിസിനസ്സിനും ഒരു ബിസിനസ് ലോസസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇനി നമുക്ക് ബിസിനസ് ലോസസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡെഫിനറ്റ്ലി ഒരു ബിസിനസ് ആണ്, അല്ലേ? അപ്പം അവിടെ ഒരു ബിസിനസ് ലോസസ് ഉണ്ട്, ബിസിനസ് ലോസ്. സോ ബിസിനസ് ലോസ്. അപ്പോൾ ട്രേഡിങ്ങിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബിസിനസ് ആയിട്ട് തന്നെ, ഒരു ഗാംബ്ലിംഗ് അല്ല ഒരിക്കലും ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ബിസിനസ് പോലെയുള്ള ഒരു ബിസിനസ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് എടുക്കാം, ഒരു ഹോട്ടൽ ബിസിനസ്. ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചില ദിവസങ്ങളിൽ, ഫോർ എക്സാമ്പിൾ ഒരു ചൊവ്വാഴ്ച ബുധനാഴ്ച നോക്കുന്ന സമയത്ത് അവർക്ക് വളരെ കച്ചവടം കുറവായിരിക്കും. ആ ഒരു കച്ചവടം കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവർ ക്ലോസ് ചെയ്യുക ഇല്ല. അവരുടെ മെയിൻ കച്ചവടം ചിലപ്പോൾ വീക്കെൻഡിലായിരിക്കും, സാറ്റർഡേ സൺഡേ ആയിരിക്കും. അതുപോലെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ, അല്ലെ, നമ്മൾ ടൗണിലോട്ട് ഇറങ്ങിയാൽ ഒരുപാട് ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഉണ്ടാവും. പലപ്പോഴും തീരെ കച്ചവടം ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കും ഇവരെ എങ്ങനെയാണ് ഇവർ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഒരു സീസൺ ടൈം, ഒരു ഫെസ്റ്റിവൽ ടൈം വരുന്ന സമയത്ത് അവരുടെ എല്ലാ എക്സ്പെൻസസ് കവർ ചെയ്ത് പ്രോഫിറ്റിലോട്ട് വരുന്നതാണ്, അല്ല? നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവിടെ കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ട്. ഒരു ബിസിനസ് ചെയ്യാനുള്ള കോസ്റ്റസ് ഉണ്ട്. ഓരോ ബിസിനസ്സിനും അങ്ങനെ തന്നെയാണ്. ബട്ട് ട്രേഡിങ്ങിലും നമുക്ക് അതുപോലുള്ള ഒരു കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ട്. ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ലോസസ് ആണ് കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത്. റൈറ്റ്. അത് ആദ്യം നമ്മൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്, ട്രേഡിംഗ് ഒരു ബിസിനസ് ആണ്. അവിടെ ലോസ്, കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ട്, അതാണ് ലോസ് എന്ന രീതിയിൽ നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന പ്രൊഫഷണൽ ട്രേഡേഴ്സ് അവർക്ക് ഒരു 50-60% മാത്രമേ അക്യുറസി ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 80% അക്യുറസി ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു അടിപൊളി സ്ട്രാറ്റജി. അങ്ങനെ കിട്ടാൻ വളരെ റയർ ആണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ വിചാരിക്കുക 80% അക്യുറസി ഉണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 100 ട്രേഡ് എടുക്കുക. 100 ട്രേഡ് എടുക്കുന്ന സമയത്ത് ഏകദേശം 80 ട്രേഡ് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരാം. ആസ് പെർ ഈ 80%, 20 ട്രേഡ് നഷ്ടം വരാം. അവിടെയും ആ ഒരു 20 ട്രേഡ് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? അപ്പം ആ ഒരു 20 ട്രേഡിനെയാണ് നമ്മൾ
കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് നമ്മൾ പറയുന്നത്. കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പോൾ ആസ് എ ബിസിനസ് മാൻ നമ്മൾ വരുന്ന ആ ഒരു നഷ്ടങ്ങൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ടാർഗറ്റ്. ഓക്കെ, ഈ പ്രൊഫഷണൽ ട്രേഡേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒരു അക്യുറസി 50-60% ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 100 ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 60% ഏകദേശം ഒരു 40 ട്രേഡ് നമുക്ക് ലോസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് ലോസ് ആണ്. പ്രൊഫഷണൽ ട്രേഡേഴ്സ് അങ്ങനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ അവരങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു എക്സ്പെക്റ്റഡ് ലോസ് ആണ്. ഈ ഒരു ലോസ് വന്നതുകൊണ്ട് എനിക്ക് ലോങ് ടേമിൽ ഒരിക്കലും പ്രോഫിറ്റ് കിട്ടാതിരിക്കില്ല, ഞാൻ വരുന്ന ലോസുകൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യും എന്ന രീതിയിലാണ് അവർ ട്രേഡിങ്ങിനെ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രേഡിങ്ങിനെ ഒരു ബിസിനസ് ആയിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ട്രേഡിങ്ങിനെ ഒരു ബിസിനസ് ആയിട്ട് കാണുന്നത്. ഇനി ലോസ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ടിപ്പുകൾ ഞാൻ ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്, പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രീ ഡിഫൈൻ യുവർ റിസ്ക്. ഒരു ട്രേഡ് എടുക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ റിസ്ക് ഡിഫൈൻ ചെയ്തിരിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിരിക്കും. സ്റ്റോപ്പ് ലോസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മൂവ് ചെയ്യാനോ അല്ലെ, പല ആൾക്കാരും സ്റ്റോപ്പ് ലോസ് ഇനീഷ്യലി കൊടുക്കും, പെട്ടെന്ന് മാർക്കറ്റ് എഗൈൻസ്റ്റ് വരുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് മാറ്റി. അപ്പം നെവർ മൂവ് യുവർ സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസ് ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിക്സ്ഡ് ആയിട്ട് വെച്ചിരിക്കും, ഒരിക്കലും പിന്നീട് അത് മാറ്റരുത്. ആൻഡ് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു 1-3%, നമ്മുടെ ഓവറോൾ ട്രേഡിംഗ് ക്യാപിറ്റലിൻ്റെ മാക്സിമം ഒരു 1-3% മാത്രം റിസ്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അതിൽ കൂടുതൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ ഒരു ദിവസം ഫോളോ ചെയ്യും, രണ്ടാമത്തെ ദിവസം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ സെയിം കാര്യം നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ്ലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ ഇത് മനസ്സിലാവും, നിങ്ങൾ പിന്നെ അതൊരു ഹാബിറ്റായിട്ട് കൊണ്ടുപോകും. ലൈക്ക് ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് ടഫ് ഉണ്ടാവും, എവിടെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാകാൻ ഉണ്ടാവില്ല. പക്ഷേ എക്സ്പീരിയൻസ് ആവുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് എവിടെയാണ് നിങ്ങളുടെ ഡേഞ്ചർ വരാനുള്ള സാധ്യത, ആ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ കറക്റ്റായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ റിപ്പീറ്റ്ലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഒരു ട്രേഡിംഗ്, ഒരു സ്ട്രിക്റ്റ് ട്രേഡിംഗ് റൂളായിട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം ഒരു സിമ്പിൾ ടെക്നിക്കാണ്. അപ്പോൾ ഞാൻ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓൾറെഡി ലോസ്റ്റ്. അതായത് നിങ്ങളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് എന്തായാലും നിങ്ങളുടെ ഒരു പ്രീ ഡിഫൈൻഡ് റിസ്ക് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പം അത് ആക്ച്വലി ഒരു മണി സ്പെൻഡ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യുക. ഞാൻ മണി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു ബസ്സിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മണി സ്പെൻഡ് ചെയ്താണ്, പിന്നെ റീഫണ്ട് കിട്ടില്ല. അതുപോലെ എന്ന രീതിയിൽ കൺസിഡർ ചെയ്താൽ മണി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. എന്തിനു വേണ്ടിയാണ് മണി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞത്? അതൊരു ട്രേഡിംഗ് ലെസണിന് വേണ്ടി, ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പുതിയൊരു നോളജിന് വേണ്ടി എമൗണ്ട്, ആ ഒരു ട്രേഡിംഗ് എമൗണ്ട് സ്പെൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇനി അതിൽ നിന്ന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്കതൊരു ബോണസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലെസൺ നേടിയെടുത്തു എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമോഷൻ അവിടെ വരില്ല, ഇമോഷണൽ അവിടെ എന്തായാലും ഉണ്ടാകില്ല. ഇമോഷണൽ ആവശ്യം നമ്മളൊരു മെക്കാനിക്കലി ആയിരിക്കും നമ്മുടെ ട്രേഡിനെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ആണ് മണി സ്പെൻഡ് ചെയ്തു എന്ന രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ജേണൽ. ഇവിടെ ഒന്നുകൂടി ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ലോസ് ജേണൽ കീപ്പ് ചെയ്യുക. ഞാൻ റീസെൻ്റ്ലി ഞാനത് ഫോളോ ചെയ്യാറുണ്ട്, മുമ്പൊന്നും ഞാൻ ചെയ്യാറില്ല. റീസെൻ്റ്ലി ഇത്രയൊന്നും ആയിട്ടില്ല, ഞാൻ വരുന്ന നഷ്ടങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കും ഒരു സെപ്പറേറ്റ് ഡയറിയിൽ. വരുന്ന നഷ്ടങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കും. ഞാൻ എവിടെ ട്രേഡ് എടുത്തു, എന്തുകൊണ്ട് ട്രേഡ് എടുത്തു, എപ്പോൾ ട്രേഡ് എടുത്തു, എത്ര ക്വാണ്ടിറ്റി ട്രേഡ് എടുത്തു, ആൻഡ് ആ കാര്യങ്ങളൊക്കെ. ഇപ്പം ചാർട്ടിൻ്റെ സ്ക്രീൻഷോട്ട് ആണെങ്കിൽ ലോസ് വന്ന സ്ക്രീൻഷോട്ട് ഞാൻ വന്നിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഞാൻ പഠിച്ചിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ലേൺ ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു ലോസ് ജേണലിൽ ഞാൻ കീപ്പ് ചെയ്യും. അപ്പോൾ എനിക്കിത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അത് ഞാൻ റീസെൻ്റ്ലി ഒരു 2-3 months ആയിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ ജേണൽ കീപ്പ് ചെയ്യാറുണ്ട്, പക്ഷേ ഇവിടെ ലോസിന് വേണ്ടി മാത്രം ഒരു ജേണൽ ഞാൻ കീപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് നിങ്ങളൊന്ന് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ട്രേഡ്സിന് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എല്ലാവരും ചെയ്യുന്നത് ട്രേഡ് ബൈ ട്രേഡ്, അതായത് ഓരോ ട്രേഡിനും റിവ്യൂ ചെയ്യും. ഇന്നൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് നഷ്ടം വന്നു, എന്താണ് നഷ്ടം ഒഴിവാക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്,
അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി റിവ്യൂ ചെയ്യുക. ഓരോ ട്രേഡ്സിന് ഈ വീക്ക്ലി മന്ത്ലി നമ്മൾ ട്രേഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓവറോൾ നിങ്ങളുടെ സെറ്റപ്പിൽ എത്ര വിൻ റേറ്റ് ഉണ്ടാകും, എത്ര ട്രേഡുകൾ നമ്മൾ വിൻ ചെയ്തു, ദെൻ ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്, ആവറേജ് ലോസ് എത്രയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങളുടെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതും, പക്ഷേ ഓവറോൾ പ്രോഫിറ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും. പിന്നെ അഞ്ചാമത്തെ കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പൊസിഷൻ സൈസ്. അപ്പം നിങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ വളരെ ചെറിയ പൊസിഷൻ എടുത്തിട്ട് വേണം. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വലിയ പൊസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നഷ്ടം വരുന്ന സമയത്ത്, നിങ്ങൾക്ക് ഇവിടെ നഷ്ടം വന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് വളരെയധികം ദേഷ്യങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് എന്താണ് ചിലപ്പം നമ്മുടെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പിനെ എറിഞ്ഞു പൊട്ടിക്കാനുള്ള ദേഷ്യമൊക്കെ ഉണ്ടാവും പല ആൾക്കാർ. ഓക്കെ, സോ അതിനർത്ഥം അങ്ങനെയുള്ള ദേഷ്യങ്ങൾ വരുക അല്ലെങ്കിൽ സങ്കടങ്ങൾ വരുവാണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ പൊസിഷൻ സൈസ് വളരെ കൂടുതലാണ് എന്നതാണ്. അപ്പോൾ ഒരു ലോസ് വന്നിട്ട് നിങ്ങൾക്ക് ഇമോഷണൽ പെയിൻ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വലിയ ക്വാണ്ടിറ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് അക്സെപ്റ്റൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയൊരു ലോസ് ആയിരിക്കും എന്നുള്ളതാണ്. എപ്പോഴും പൊസിഷൻ സൈസിങ് ശ്രദ്ധിക്കാം. പിന്നെയുള്ളത് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ കാര്യം മാത്രമല്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. സോ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 1 ഡേ റൂൾ, അതായത് ഞാനൊരു ഫസ്റ്റ് ട്രേഡ് എനിക്ക് നഷ്ടമാണ് സംഭവിച്ചെങ്കിൽ ഞാൻ ആ ഒരു ദിവസം പിന്നെ ട്രേഡ് ചെയ്യാറില്ല. അതിപ്പം ലോസ് മാത്രമല്ല പ്രോഫിറ്റ് ആണെങ്കിലും സെയിം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് സെയിം ഈ റൂൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതായത് ഡോൺ ട്രേഡ് സെയിം ഡേ. ഒരു ഫസ്റ്റ് ട്രേഡ് നഷ്ടം വരുവാണെങ്കിൽ, ഓക്കെ, അതിലൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ട്രേഡ് നഷ്ടം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ് 0 to 50 മിനിറ്റ്സ് ആക്ച്വലി നിങ്ങളല്ല, നിങ്ങൾ വേറൊരാളായിരിക്കും. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ ഇമോഷണൽ പെയിൻ, നിങ്ങളുടെ സങ്കടങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ എപ്പോഴും കറക്റ്റായിട്ട് വരണം യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ നിങ്ങൾ റിവഞ്ച് ട്രേഡിങ് കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ എപ്പോഴും ആ ഒരു ബ്രേക്ക് എപ്പോഴും എടുക്കുക. ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ഡേ ഒരു ബ്രേക്കിംഗ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഫ്രഷ് മൈൻഡോടെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ട്രേഡിങ്ങിലോട്ട് വരാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ട്രേഡുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. റൈറ്റ്, ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, വേറെ ഒരു കാര്യങ്ങളും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ നമ്മൾ എന്താണ് ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ വേറൊരു കാര്യം കൂടി പറയാനില്ല. ഇപ്പോൾ നിങ്ങൾ തന്നെ പറയും എനിക്ക് ലോസ് ഒക്കെ അക്സെപ്റ്റൻസ് ചെയ്യാൻ വേണ്ടി പറ്റും, എനിക്ക് പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ അനാലിസിസിലാണ് പ്രശ്നം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ഇവിടെ കുറച്ച് ലക്ഷണങ്ങൾ പറയാം, കുറച്ച് സിംറ്റംസ് പറയാം. അതായത് നിങ്ങൾ ലോസ് അക്സെപ്റ്റൻസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളുള്ള ഒരാൾ തന്നെയാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും ബിഗിനിങ് സ്റ്റേജിൽ, മൂവ് യുവർ സ്റ്റോപ്പ് ലോസ് ആദ്യം ഇനീഷ്യലി വെച്ചിരിക്കും, പിന്നെ അത് മൂവ് ചെയ്ത ഒരാൾ ആദ്യം മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകുന്ന വിചാരിച്ച് ഇവിടുന്ന് ബൈ എൻട്രി എടുക്കും, സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ വെച്ചിരിക്കും. പിന്നെ എന്താണ് മാർക്കറ്റ് താഴോട്ട് പോകുന്ന സമയത്ത് വീണ്ടും സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്ത് താഴെ വീണ്ടും വെച്ചിരിക്കും. അങ്ങനെ സ്റ്റോപ്പ് ലോസ് താഴോട്ട് വെച്ചിരിക്കും, പിന്നെ വലിയ നഷ്ടങ്ങളിലോട്ട് പോകുന്ന ഒരു കാര്യം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് ചെയ്യുന്ന ഒരാൾ, ആവറേജിങ് ഡൗൺ, ലോസിൽ ആവറേജ് ചെയ്യുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു കാറ്റഗറിയിൽ പറയുന്ന ഒരാൾ തന്നെയാണ്. ഇവിടുന്ന് 100 ക്വാണ്ടിറ്റി ആയിരിക്കും ബൈ ചെയ്തിട്ടുണ്ടാകുക, കുറച്ച് താഴെ സമയത്ത് വീണ്ടും ഒരു 200 ക്വാണ്ടിറ്റി ബൈ ചെയ്തു, പിന്നെ ഒരു 500 ക്വാണ്ടിറ്റി ബൈ ചെയ്തു, ഒറ്റ ട്രേഡിൽ ഫുൾ ക്യാപിറ്റൽ ബൈ പോട്ടോ. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ പൊസിഷൻസ് എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളും ഈ ഒരു കാറ്റഗറിയിൽ പറയുന്ന ഒരാൾ തന്നെയാണ്. കാരണം നമ്മൾ എപ്പോഴും പൊസിഷൻ ചെക്ക് ചെയ്യുന്നത് എന്തിനാണ്? ആ ഒരു ഫിയർ ഉള്ളത് കൊണ്ടാണ്, ആ ഒരു ലോസ് വരും എന്നുള്ളൊരു ഫിയർ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ എപ്പോഴും പൊസിഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പൊസിഷൻ ചെക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങളും ഈ ഒരു കാറ്റഗറിയിൽ പറയുന്ന ആൾ തന്നെയാണ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇനി നാലാമത്തെ കാര്യം, ഇത് പല ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ ഫിസിക്കലി സിക്ക് ആവും. അതായത് നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ലോസിലോട്ട് പൊസിഷൻ പോകുന്ന സമയത്ത് നമ്മൾ ആകെപ്പാടെ കൈ നമ്മുടെ വിറക്കാൻ തുടങ്ങും, കണ്ണിലോട്ട് ഇരുട്ട് കയറുന്ന പോലെ ആയിപ്പോൾ ആകെപ്പാടെ ടെൻഷൻ ആയിരിക്കും, നമ്മൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന ഒരുപാട് പേരുണ്ട്.
ഇപ്പം എൻ്റെ ഒക്കെ പേഴ്സണലി സ്റ്റാർട്ടിങ്ങിലേക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുവാണെങ്കിൽ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുവാണെങ്കിൽ, അതിനർത്ഥം നിങ്ങൾക്ക് ലോസ് ആക്സെപ്റ്റൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് തന്നെയാണ്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ നിങ്ങളും അല്ല, ഇത് ഈ ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരാൾ തന്നെയാണ്. ഇനി അഞ്ചാമത്തേത്, ഇതൊരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. നമ്മളുടെ നഷ്ടങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുന്നത്. ഹൈഡിങ് ലോസ് ഫ്രം നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ്, ഇവരായിട്ട് നമ്മൾ മറച്ചു പിടിക്കാറുണ്ട്. ഇതും ഒരു സൈൻ ഓഫ് എന്താണ്, ലോസ് ആക്സെപ്റ്റൻസ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്തുള്ള ഒരു സൈനാണ്. ഓക്കെ. ഇനി പിന്നെ ആറാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ബിഗ് റിസ്ക് എടുക്കുന്നത്, അതായത് നമ്മൾ ലോസ് പെട്ടെന്ന് തന്നെ തിരിച്ച് പിടിക്കണം എന്ന രീതിയിൽ ബിഗർ റിസ്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് എക്സ്പയറി ഡേയിലൊക്കെ വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ട്. പെട്ടെന്ന് തന്നെ ലോസ് റിക്കവർ ചെയ്യുന്ന രീതി, അതും ഒരു സൈൻ തന്നെയാണ്. പിന്നെ യു കാൺ സ്ലീപ്പ്, നിങ്ങൾക്ക് ഉറക്കം കറക്റ്റായിട്ട് വരുന്നില്ലെങ്കിൽ, നിങ്ങൾ ലോസിനെ പറ്റി ചിന്തിക്കുന്ന, ലോസ് എപ്പോഴും റിക്കവർ ചെയ്യണം, ലോസിനെ പറ്റി ചിന്തിച്ച് നിങ്ങൾക്ക് ഉറക്കം വരാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു ദിവസം നഷ്ടം വന്നിട്ട് അന്നത്തെ ദിവസം ഉറക്കം വരുന്നില്ല, നിങ്ങളും ഡെഫിനറ്റ്ലി സെയിം കാറ്റഗറിയിൽ ഒരാൾ തന്നെയാണ്. റൈറ്റ്. പിന്നെ നിങ്ങൾ നഷ്ടം വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ മാർക്കറ്റിനെ ബ്ലെയിം ചെയ്യുന്ന ആൾക്കാർ, മാർക്കറ്റ് ഓപ്ഷൻ ട്രേഡിൽ നഷ്ടം വന്നു, മാർക്കറ്റ് ഫുൾ മാനിപ്പുലേഷൻ ആണ്, കാര്യങ്ങളൊക്കെയാണ്. മാനിപ്പുലേഷനൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിലും ശരി, എല്ലാ ഫോറക്സിലൊക്കെ മാനിപ്പുലേഷൻസ് ഉണ്ട്. പക്ഷെ ഒരിക്കലും മാർക്കറ്റിനെ ബ്ലെയിം ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങളും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇത് വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു തമാശയായിട്ട് നമ്മൾ എടുത്ത് കളയേണ്ട കാര്യമല്ല, ഇത് വളരെ സീരിയസ് ആണ്. അപ്പം നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷൻ സൈസിങ് കുറക്കുക എന്നുള്ളതാണ്. ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് ചെയ്യുക എന്നതാണ് ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് ചെയ്യും. റൈറ്റ്. അല്ലെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്യും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ എൻറ്റയർലി നിങ്ങളെ നശിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ക്യാപിറ്റൽ എൻറ്റയറി നഷ്ടപ്പെടും. പിന്നെ നമ്മൾ ട്രേഡിങ് എല്ലോ ടൈപ്പാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പം നമ്മുടെ ക്യാപിറ്റൽ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ക്യാപിറ്റൽ സേവ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഉണ്ടല്ലോ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷൻ സൈസിങ് വളരെ അധികം കുറക്കുക, അല്ലെങ്കിൽ പേപ്പർ ട്രേഡിലോട്ട് പോകുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. വെറും തമാശയായിട്ട് മാത്രം കാണാതിരിക്കുക. ഓക്കെ. അപ്പോൾ ഇനി ഒരു ക്ലോസിങ് പറയുവാണെങ്കിൽ, നമ്മൾ എങ്ങനെയാണ് ലോസ് ആക്സെപ്റ്റൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് തിങ്, എപ്പോഴും ട്രേഡിങ്ങിനെ ഒരു ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യുക. ഓരോ ബിസിനസ്സിലും ബിസിനസ് എക്സ്പെൻസീവ് നമുക്ക് അവിടെ ഉണ്ട്, അതെപ്പോഴും കാൽക്കുലേറ്റർ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. പിന്നെ ഓരോ ട്രേഡിലും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള റിസ്ക് നോക്കുക. ഓക്കെ. പിന്നെ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുക. ഔട്ട്കം അല്ല, ഔട്ട്കം എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ പ്രോസസ്സിൽ എപ്പോഴും ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ എപ്പോഴും റിവ്യൂ ചെയ്യുക. ഓരോ ട്രേഡ് റിവ്യൂ ചെയ്യുന്നതിന് പകരം വീക്ക്ലി ഓർ മന്ത്ലി റിവ്യൂ ചെയ്യുക. അപ്പം നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ. സോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ.